ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിലും തട്ടിപ്പ് വ്യാപകം. രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകുന്നുവെന്നാണ് വ്യാജ പ്രചാരണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് അറിയിച്ചു. VS അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. അനുരാഗ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. വ്യാജ പ്രചാരണങ്ങളൊക്കെ തന്നെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഡാറ്റ ചോർന്നു പോകുന്നത് വലിയൊരു അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലെങ്ങനെയാണ് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ? കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലിങ്കുകൾ ഉപയോഗിച്ചുള്ള ഈ സോഷ്യൽ മീഡിയകൾ വഴി ലിങ്കുകൾ ഉപയോഗിച്ചുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി തട്ടിപ്പിന് ഇരയാക്കുകയാണ് ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ ചെയ്യുന്നത്. പ്രധാനമായും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഫ്രീ ആയി തന്നെ റീചാർജ് ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൽ ഒരു പ്രതലം ഓപ്പണായി വരും. അതിൽ മൊബൈൽ നമ്പർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ മൊബൈൽ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ോടുകൂടി തന്നെ ആ റീചാർജ് ആയെന്നും ഇനി അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ പേർക്ക് അത് ഷെയർ ചെയ്ത് നൽകണം, ഈ ലിങ്ക് ഷെയർ ചെയ്ത് നൽകണം എന്നുള്ളതാണ് ഈ തട്ടിപ്പ് സംഘം നൽകുന്ന നിർദ്ദേശം. പലരും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫ്രീ റീചാർജ് യോജന എന്ന പേരിലാണ് ഈ ഒരു സന്ദേശം പ്രചരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നിരീക്ഷണ സംഘങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിൽ, ജില്ലാടിസ്ഥാനത്തിൽ, അതിനൊപ്പം റേഞ്ച് അടിസ്ഥാനത്തിൽ, അങ്ങനെ 3 മേഖലകളിലായിട്ടാണ് ഇപ്പോൾ നിരീക്ഷണ സംഘങ്ങൾ പോലീസിന്റെ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉള്ള വാട്സാപ്പ് നമ്പർ കൂടി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ നമ്പറുകളിൽ അറിയിക്കുകയാണെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഇതിൽ ഗൗരവതരം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ കൂടി ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടെ തന്നെ മൊബൈലിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ അത് പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒക്കെ കൊടുക്കുന്നതോടുകൂടി തന്നെ മൊബൈലിലുള്ള പല ഡേറ്റകൾ, ഗാലറി ആയാലും അതുപോലുള്ള പല തരത്തിലുള്ള ഡേറ്റകൾ ചോർന്നു പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവതരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ അത് വേരോടെ പിഴുതെറിയാൻ പോലീസ് പലതരത്തിൽ, സൈബർ സംഘങ്ങളായാലും പലതരത്തിൽ ശ്രമിക്കുമ്പോഴും അത് പുതിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. ശരി, അനുരാഗാണ് ആ വിവരങ്ങൾ.